ഡിയർ ഫ്രണ്ട്സ്, നിങ്ങൾ സെൻട്രൽ ഗവൺമെന്റ് എക്സാം നേടണം എന്ന് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഈ വർഷം നിങ്ങൾ നേഴ്സിംഗ് എക്സാമിന് പഠിക്കുന്നതിനേക്കാൾ ഉപരിയായിട്ട് അരിത്മെറ്റിക്സ്, റീസണിങ്, മാത്സ്, അതുപോലെ GK, ഇംഗ്ലീഷ്, ഹിന്ദി, ചില എക്സാമിന് കമ്പ്യൂട്ടർ, ഇത്രയും കൂടെ നിങ്ങൾ പഠിക്കണം. എയിംസിന് വേണ്ട, എയിംസ് എക്സാമാണ് നിങ്ങൾ ഈ വർഷം അവസാനം ഉണ്ടാകുന്ന സെപ്റ്റംബറിൽ ഡേറ്റ് വന്നിട്ടുണ്ട്. സെപ്റ്റംബർ 11 എക്സാം ഉണ്ടാകുന്ന ഡേറ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ അത് ഏകദേശം ആ സമയത്ത് തന്നെ കാണും. അല്ലാതെ നിങ്ങളിപ്പോൾ DSSB എഴുതുന്നുണ്ട്, DSSB എക്സാം വരുന്നുണ്ട്, DSC എഴുതുന്നുണ്ട്, NVS എക്സാം വന്നു കഴിഞ്ഞു, ESIC, RRB, ഇങ്ങനെയുള്ള എക്സാമുകൾ, സെൻട്രൽ ഗവൺമെൻറ് എക്സാം കിട്ടണമെങ്കിൽ നിങ്ങൾ മസ്റ്റായിട്ട് ഇത്രയും കാര്യങ്ങൾ പഠിക്കണം. കാരണം അതിനകത്ത് വലിയൊരു മാർക്ക് പോകും, ആ ഒരു ഏരിയയിൽ നിന്ന് വരും. അപ്പം അതിനകത്ത് കൂടുതൽ സ്കോർ ചെയ്യുന്ന ആളുകൾക്ക് എന്തായാലും ഹയർ റാങ്ക് കിട്ടും. അപ്പോൾ ഇപ്രാവശ്യം എഴുതാൻ പോകുന്നത് എൻ്റെ അവസാനത്തെ എക്സാം, അതായത് എനിക്കിനി ഏജ് ഓവറായി, എനിക്കിനി അടുത്തൊരു എക്സാം ഇല്ല എന്നുള്ള രീതിയിൽ നിങ്ങൾ കണ്ടുകൊണ്ട് പഠിക്കുക. അതിനുവേണ്ടി മാക്സിമം അങ്ങ് പഠിച്ചേക്കുക. അപ്പോൾ അതിന് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ കഴിയുന്ന ഒരു ബുക്കാണ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. യാദവിൻ്റെ ബുക്കാണ്. പലരും മേടിച്ച് പഠിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. മേടിച്ചിട്ടില്ലാത്തവർക്ക് മേടിക്കാവുന്നതാണ്. അപ്പോൾ അതിൻ്റെ ആ എല്ലാ വീഡിയോയും നമുക്ക് എല്ലാ മാത്സ് ക്ലാസ് നമുക്ക് ഉൾക്കൊള്ളിക്കാൻ കഴിയില്ല. നിങ്ങൾക്ക് വേറെ കേരള PSCയിൽ പല അധ്യാപകരും ഇഷ്ടംപോലെ ക്ലാസ്സുകൾ ചെയ്തിട്ടുണ്ട്. ആ ഒരു സെയിം പ്രോബ്ലം, ഏകദേശം അതേ ലെവലിലുള്ള റീസണിങ് തന്നെയാണ് നമുക്കും വരുന്നത്. പ്രത്യേകിച്ച് കൂടുതലും കുറവൊന്നും ഉണ്ടാവില്ല. ഇംഗ്ലീഷും PSC ഫോളോ ചെയ്യുന്ന ആളുകൾക്ക് നമ്മുടെ ഈ ഒരു എക്സാം വളരെ എളുപ്പമാണ്. ചില ആളുകൾ, വളരെ ചുരുക്കം പേര് നമ്മുടെ നഴ്സിംഗിൽ കേരള PSC എഴുതുന്നവരുണ്ടാവും. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പോകാം. നന്നായിട്ട് പഠിക്കാൻ തുടങ്ങാം. ഇന്ന് മാത്സിൻ്റെ അരിത്മെറ്റിക്സ് ആൻഡ് റീസണിങ്ങിൻ്റെ ഒരു 3 ടൈപ്പ് ഓഫ് എക്സാമ്പിൾസ് ആണ് ഞാനിവിടെ പറയുന്നത്. ഒന്ന് വോഡ്മാസ് റൂൾ എന്നുള്ള ഉപയോഗിച്ചിട്ടുള്ളതാണ്. അപ്പോൾ നമ്മൾ PSC എക്സാമിനൊക്കെ പഠിച്ചിട്ടുള്ളത് ബോഡ്മാസ് ആണ്. ബോഡ്മാസ് എന്ന് നിങ്ങൾക്ക് പഠിക്കാം. ബോഡ്മാസ് റൂൾ അപ്ലൈ ചെയ്യുന്ന രീതിയിലുള്ള മാത്സ് പ്രോബ്ലം വരികയാണെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു മാർക്ക് നഷ്ടപ്പെടുത്തരുത്. പലർക്കും അറിയുന്ന കാര്യം തന്നെയാണ്. ബോർഡ് എന്നുള്ളതിന് B വരുന്നത് ബ്രാക്കറ്റാണ്. ബ്രാക്കറ്റിൽ തന്നെ നിങ്ങൾ ബോഡ്മാസ് എന്ന് പഠിച്ചാൽ മതി. ബോഡ്മാസ്, BODMAS. ബോർഡിൽ ബ്രാക്കറ്റിൽ വരുന്നത്, ബ്രാക്കറ്റിൽ തന്നെ 3 ടൈപ്പ് ബ്രാക്കറ്റ് ഉണ്ട്. അപ്പോൾ അതിനകത്ത് ഇവിടെ ആദ്യം വരുന്ന ബ്രാക്കറ്റ്, ഫസ്റ്റ് പ്രിഫറൻസ് ഈ ബ്രാക്കറ്റിനാണ് കൊടുക്കേണ്ടത്. സെക്കൻഡ് പ്രിഫറൻസ് ഇവിടെ നിങ്ങൾക്ക് അറിയാം, ഉള്ളിലേക്ക് പുറത്തേക്ക് കുറച്ച് തള്ളി നിൽക്കുന്ന ഈ ബ്രാക്കറ്റിന് കൊടുക്കാം. സെക്കൻഡ് മിഡിൽ കർലി ബ്രാക്കറ്റ്. ലാർജ് സ്ക്വയർ ബ്രാക്കറ്റിനാണ് മൂന്നാമത്തെ പ്രയോറിറ്റി കൊടുക്കുക. പ്രയോറിറ്റി ഹൈറ്റ് ലോ, അതായത് ഏറ്റവും പ്രയോറിറ്റി സ്മോൾ ബ്രാക്കറ്റ്, പിന്നെ മിഡിൽ ബ്രാക്കറ്റ്, പിന്നെയാണ് ലാർജ് ബ്രാക്കറ്റ് കൊടുക്കുന്നത്. അടുത്ത് ബോഡ്മാസിന് O വരുന്നത് ഓഫ് ആണ്, ഓഫ്. ദെൻ ഡിവിഷൻ, ഹരണം, മൾട്ടിപ്ലിക്കേഷൻ, അങ്ങനെയാണ് വരുന്നത്. അടുത്ത അഡിഷൻ വരുന്നുണ്ട്, പ്ലസ്, ദെൻ സബ്സ്ട്രാക്ഷൻ, മൈനസ്. ബോഡ്മാസ് റൂൾ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ടു സോൾവ് ക്വസ്റ്റ്യൻസ്. നമുക്ക് ക്വസ്റ്റ്യൻ നോക്കാം. ഇഫ് L സ്റ്റാൻഡ്സ് ഫോർ പ്ലസ്, M സ്റ്റാൻഡ്സ് ഫോർ മൈനസ്, N സ്റ്റാൻഡ്സ് ഫോർ മൾട്ടിപ്ലിക്കേഷൻ ആൻഡ് P സ്റ്റാൻഡ്സ് ഫോർ ഡിവിഷൻ, ദെൻ ഫൈൻഡ് ദ വാല്യൂ ഓഫ് 14N, 10L, 42P, 2M, 8. സോ നമുക്കവിടെ after substituting the given symbols, the expression becomes 14 into n സ്ഥാനത്ത് ഇൻറ്റു കൊടുക്കണം, 10 കഴിഞ്ഞിട്ട് പ്ലസ് 42 ഡിവിഷൻ 2 സബ്സ്ട്രാക്ഷൻ മൈനസ് 8, അങ്ങനെ അപ്ലൈ ചെയ്ത് നിങ്ങൾക്ക് കൊടുക്കുക. അപ്പോൾ ആദ്യം നമ്മൾ ആ ഒരു ബോഡ്മാസ് റൂളിൽ വരുന്നത്, ബ്രാക്കറ്റ് ഉണ്ടെങ്കിൽ ബ്രാക്കറ്റാണ് ആദ്യം നമ്മൾ ചെയ്യേണ്ടത്. ഇവിടെ ബ്രാക്കറ്റ് ഇല്ല, പകരം എന്താണ്, ഓഫില്ല, ഡിവിഷനാണ് ആദ്യം. അപ്പോൾ ഡിവിഷൻ നിങ്ങൾ ആദ്യം ചെയ്യണം. ഇവിടെ ഡിവിഷൻ 42 ഡിവൈഡ് ബൈ 2 ആണ്. അത് നിങ്ങൾ ആദ്യം ചെയ്യണം. 21 ആയി. അത് കഴിഞ്ഞ് ഡിവിഷൻ കഴിഞ്ഞാൽ മൾട്ടിപ്ലിക്കേഷനാണ്. മൾട്ടിപ്ലിക്കേഷൻ 140 ചെയ്തു. അത് കഴിഞ്ഞാൽ ഓർഡറിൽ വരണം. അഡീഷനാണ്. അഡീഷൻ കഴിഞ്ഞാണ് സബ്സ്ട്രാക്ഷൻ. ഏറ്റവും അവസാനമാണ് സബ്സ്ട്രാക്ഷൻ വരുന്നത്. അങ്ങനെ 153 ആണ് ആൻസർ വരുന്നത്. അപ്പോൾ ഈ രീതിയിലാണ് ക്വസ്റ്റ്യൻ നിങ്ങൾ എഴുതേണ്ടത്, ആൻസർ ചെയ്യേണ്ടത്. ഞാൻ ഈ വേറൊരു എക്സാമ്പിൾ ഇവിടെ ചെയ്യുന്നില്ല, നിങ്ങൾക്കിത് ഈസി ആണെന്ന് മനസ്സിലാവുന്നുണ്ട്. അപ്പം ജസ്റ്റ് നിങ്ങളിത് അപ്ലൈ ചെയ്ത് ഇങ്ങനെ ചെയ്താൽ മതി. വേറൊരു മോഡൽ ക്വസ്റ്റ്യൻ നോക്കാം. ഈ ബ്ലഡ് റിലേഷൻ ചോദിക്കാം. ബ്ലഡ് റിലേഷൻ വെച്ചിട്ടുള്ളത് ഇത്തരത്തിലുള്ള ഒരു ചോദ്യം ചോദിക്കാൻ സാധ്യതയുണ്ട്. ബ്ലഡ് റിലേഷൻ വെച്ചിട്ടുള്ള ഒരു ചോദ്യം ചോദിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഒരു ചോദ്യം നമുക്ക് നോക്കാം. ഇഫ് എക്സ് ഈസ് ദ ബ്രദർ ഓഫ് സൺ of Y son,
ഹൗ ഈസ് എക്സ് റിലേറ്റഡ് ടു വൈ? അങ്ങനെയുള്ള ചോദ്യം ചോദിക്കാറുണ്ട്. അതായത് ഇപ്പോൾ ഇങ്ങനെയും ചോദിക്കാം, ഒരാളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഒരാൾ പറഞ്ഞു ആ ഫോട്ടോഗ്രാഫിൽ കാണുന്നത് അയാളുടെ അച്ഛൻ്റെ അങ്ങനെ ഉള്ള റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ചോദിക്കാം. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ നമുക്കിവിടെ നോക്കാം. എക്സ് ഈസ് ദ ബ്രദർ ഓഫ് ദ സൺ ഓഫ് വൈ സൺ. വൈ ഇവിടെ നിങ്ങൾ എഴുതി, വൈ സൺ ആണ് പറഞ്ഞു, വൈ ഇവിടെ നിങ്ങൾ എഴുതി, അതിനുശേഷം സണ്ണ് അദ്ദേഹത്തിൻ്റെ സൺ ഓഫ് വൈ സൺ ആണ്. അപ്പോൾ രണ്ട് സൺ വന്നു, പിന്നെ സൺ വന്നു. അപ്പോൾ ഇവിടെ ബ്രദറിന് എക്സ് ഇവിടെ കൊടുത്തു. എക്സ് ഈസ് ദ ബ്രദർ ഓഫ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എക്സ് ഇങ്ങനെ നോക്കുമ്പോൾ നിങ്ങൾക്കറിയാം എക്സ് ആണ് ഗ്രാൻഡ് സൺ ആണ്, വൈയുടെ സണ്ണിൻ്റെ ബ്രദറാണ്. ഓക്കെ, അപ്പോൾ ഗ്രാൻഡ് സൺ ആണ്, വൈയുമായിട്ടുള്ള റിലേഷൻ ആയതാണ് ഗ്രാൻഡ് സൺ ആണ്. ഇങ്ങനെയുള്ള ക്വസ്റ്റ്യനും ചോദിക്കാം. ഓക്കെ, ഇനി അടുത്തൊരു മോഡൽ ക്വസ്റ്റ്യൻ ആണ്. ഈ ബുക്കിനകത്ത് നിങ്ങൾക്ക് നിരവധി ക്വസ്റ്റ്യൻസ് ഇതുപോലെ കിട്ടും. കോഡിംഗ് ആൻഡ് ഡീകോഡിംഗ്. ഇഫ് ബ്രിഡ്ജ് ഈസ് റിട്ടൺ ആസ് EULGJH in a certain code, how will fruit be written in that code? So bridge can be written as EULGH. അപ്പം നിങ്ങൾ ആ ഒരു ജസ്റ്റ് ഇങ്ങനെ എഴുതി കഴിയുമ്പോൾ നിങ്ങൾക്ക് അറിയാം ഈ അക്ഷരമായിട്ടുള്ള റിലേഷൻ എത്രയാണ്. ജസ്റ്റ് ഏകദേശം ഒരേ റിലേഷൻ ആയിരിക്കും. ഇവിടെ +3 അങ്ങനെ പോകുന്നുണ്ട്. അപ്പോൾ ആ റൂൾ അനുസരിച്ച് നമ്മൾ എന്താണ് ഫ്രൂട്ടിന് കഴിഞ്ഞിട്ടുള്ള ഓരോ അക്ഷരവും +3 വെച്ച് എഴുതുക. അങ്ങനെ വരുമ്പോൾ IULXW എന്നുള്ള ആൻസർ വരുന്നുണ്ട്. ഓക്കെ, ബി ആണ് ഇവിടെ കറക്റ്റ് ആൻസർ. അപ്പോൾ ഈ ഒരു രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാം. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കിയത് കോഡിംഗ് ആൻഡ് ഡീകോഡിംഗ്, അതുപോലെ ബ്ലഡ് റിലേഷനിൽ പെട്ട ആളുകളുടെ കാര്യങ്ങൾ ചോദിക്കാം, അതുപോലെ ബോഡ് മാസ്. ഈ ഒരു 3 ചോദ്യങ്ങളും മിക്കവാറും എക്സാമിന് ചോദിക്കാറുണ്ട്. ഇവിടെ ഒരു ചോദ്യം നോക്കാം. ഡോഗ്, ഇവിടെ ഇൻ എ സർട്ടൻ കോഡ് ഡോഗ് ഈസ് റിട്ടൺ ആസ് GRG. ദെൻ ഹൗ വിൽ ബി കാറ്റ് വിൽ ബി റിട്ടൺ ഇൻ ദിസ് കോഡ്? അപ്പോൾ ഡോഗിൻ്റെ +3 ആണ്, +3 അങ്ങനെ +3 മാത്രമല്ല +2 -2 അങ്ങനെയൊക്കെ വരും. അപ്പോൾ അത് നിങ്ങൾ റിലേറ്റ് ചെയ്തിട്ട് നോക്കണം. അപ്പോൾ ക്യാറ്റ് എന്താണ് വരുന്നത്? FDW ആണ് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ബുക്കിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. ഈ ഒരു ബുക്ക് വളരെ ഉപകാരപ്പെട്ട ബുക്കാണ്. അപ്പോൾ ഇതിനകത്ത് മാത്സ് മാത്രമല്ല ഇംഗ്ലീഷ്, GK തുടങ്ങിയിട്ടുള്ള വിഷയങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് GKയുടെ കുറച്ച് ക്വസ്റ്റ്യൻ നോക്കാം. Ancient Harappan city of Lothal is located in the state of option Rajasthan, Gujarat, Uttar Pradesh, Punjab. So ഇവിടെ ഗുജറാത്ത് ആണ് കറക്റ്റ് ആൻസർ. The ancient Harappan city of Lothal was one of the southernmost cities of the ancient Indus Valley civilization, Harappan civilization located in Gujarat. ഈ ഒരു ക്വസ്റ്റ്യൻ RRB ചോദിച്ചതാണ്, 2019 ചോദിച്ചതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് വാസ് സെന്റർ ഓഫ് ഹാരപ്പൻ സിവിലൈസേഷൻ? ധോലവേര, സുൽത്താൻസൻഡോർ, കാലിബാൻ, മൊഹൻജോ ദാരോ, ലോത്തൽ. കറക്റ്റ് ആൻസർ ഇവിടെ കാലിബാങ്കൻ, മൊഹൻജോ ദാരോ ആണ്. ഹാരപ്പൻ സിവിലൈസേഷൻ ഹിസ്റ്ററി ചോദിക്കുന്നുണ്ട്. സോ ഇവിടെ അതിൻ്റെ എക്സ്പ്ലനേഷൻ കൊടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോവിങ് sites of Indus Valley civilization are not in India? Options: Mohenjo-daro and Harappa, Lothal and Kalibangan, Banwali and Ropar, Lothal and Ropar. ഇന്ത്യയിൽ അല്ലാത്തത് ഏതാണ് സിവിലൈസേഷൻ? മൊഹൻജദാരോ ആൻഡ് ഹാരപ്പ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻ ദ ഫസ്റ്റ് ബാറ്റിൽ ഓഫ് പാനിപ്പറ്റ് ഇബ്രാഹിം ലോധി ഫോർട്ട് അഗൈൻസ്റ്റ്? ബാബുർ, ഹുമയൂൺ, അക്ബർ, ഹെമു. സോ ഇവിടെ കറക്റ്റ് ആൻസർ ബാബർ ആണ്. ദ ഫസ്റ്റ് ബാറ്റിൽ ഓഫ് പാനിപ്പറ്റ് on 21 April 1526 was fought between the invading forces of Babur and Lord dynasty. It marked the beginning of the Mughal Empire and the end of the Delhi Sultanate. Next question, the first battle of Panipat was fought in which year? 1526. അപ്പോൾ ഇങ്ങനത്തെ കൊടുത്തിട്ടുണ്ട്. ജനറൽ നോളജ് കൊടുത്തിട്ടുണ്ട്. ഓരോ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് വെച്ചിട്ട് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. പ്രീവിയസ് ക്വസ്റ്റ്യൻ
ചില എക്സാമിന് കമ്പ്യൂട്ടർ ചോദിക്കാറുണ്ട്. നമ്മുടെ NVS എക്സാമിനില്ല, പക്ഷെ ചില എക്സാമിന് ചോദിക്കാറുണ്ട്. RRBക്കൊക്കെ ചോദിക്കാറുണ്ട്. RRB അതുപോലെ എയിംസിന് ആദ്യം ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. എയിംസിന് ഇപ്പോൾ ഇല്ല, ഇപ്പോൾ കുറവാണ്. ഇപ്പോൾ ഒരു 5-6 മാർക്കിനുള്ള മാത്രമേ ചോദിക്കാറുള്ളൂ. RRBക്ക് ചോദിക്കാറുണ്ട്. RRB ഈ വർഷം വിളിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ബുക്ക് എന്തായാലും യൂസ്ഫുൾ ആയിരിക്കും. മേടിച്ചു കഴിഞ്ഞാൽ എന്തായാലും അതിൻ്റെ ഗുണം കിട്ടും. GMCH ചണ്ഡീഗഡ് കമ്പ്യൂട്ടറിൻ്റെ ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. കണ്ടില്ലേ, ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻ ഉണ്ട്, അതുപോലെ ഹിന്ദി, ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് എല്ലാം കിട്ടും നിങ്ങൾക്ക്. താങ്ക് യു. ഓൾ ദ ബെസ്റ്റ്. പ്ലീസ് ഷെയർ ദിസ് വീഡിയോ.